ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അടുത്ത വീഡിയോ ആയിട്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു വലിയ പ്രതിഷേധമുണ്ട്. CJP സംഘടനയും മറ്റു ചില സ്റ്റുഡൻസ് യൂണിയൻസും കൂടെ നടത്തുന്നൊരു നമ്മുടെ BJP സർക്കാരിന് എതിരെ നടത്തുന്നൊരു വലിയ സമരം. അതിപ്പോൾ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ജന്തർ മന്ദർ വീണ്ടും ദേശീയ ശ്രദ്ധ നേടുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ CJPയുടെയും മറ്റു ചില യൂണിയൻസിൻ്റെയൊക്കെ ഒരു പ്രതിഷേധം കാരണം ശരിക്കും എന്തുകൊണ്ടാണ് ഗൈസ് ഇത്രയും യുവജനങ്ങളും തെരുവിലിറങ്ങിയതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രതിഷേധക്കാർ പറയുന്നത് ദേശീയ തലത്തിലെ പ്രവേശന പരീക്ഷകളിലുണ്ടായ ക്രമക്കേടുകൾ, അതായത് നീറ്റ് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച, വ്യക്തമായി പറഞ്ഞാൽ 2026 നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച, അതിനെ പറ്റിയുള്ള ഒരു ആരോപണവും അതിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഈ ആരോപണങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് വളരെ ഗൗരവമായി അന്വേഷിക്കണമെന്നും പരീക്ഷാ സംവിധാനം കൂടുതൽ സുതാര്യവും വിശ്വാസകരവുമാക്കണമെന്നാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം. ശരിക്കും ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നീറ്റ് പരീക്ഷ എന്നൊക്കെ പറയുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഇതിനോടൊപ്പം ശരിക്കും രാഷ്ട്രീയ വിവാദവും കത്തിപ്പടരുന്നുണ്ട് ഗൈസ്. കാരണം രാഷ്ട്രീയപരമായി ഇവർക്ക് ഒരുപാട് ആൾക്കാരാണ് സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരുപാട് ആൾക്കാർ, ഒരുപാട് സെലിബ്രിറ്റികളും രാഷ്ട്രീയപരമായ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരും ഇപ്പം തന്നെ പ്രകാശ് രാജ് കാര്യങ്ങളെല്ലാം നിരാകാര സമരമായിട്ട് മുന്നോട്ട് പോവാം. മനസ്സിലായോ? ശരിക്കും BJP സർക്കാരിനൊരു അടി തന്നെയാണ് ഇവരിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ശരിക്കും ഉണ്ടല്ലോ ഗൈസ്, ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രതിഷേധം എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും ഭരണഘടനാ അവകാശമാണ്. എന്നാൽ ഇപ്പം ഇവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? നമുക്ക് ഈ ചില ഫൂട്ടേജ് കൂടെ കാണാൻ സാധിക്കും. പട്ടിയെ തല്ലുന്നത് പോലാണ് സ്ത്രീകളെയും, ഈ സമരത്തിന് പങ്കെടുക്കാൻ വന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരെ നെയിൻ ബോർഡ് പോലും വെക്കാത്ത പോലീസ് എന്ന് വേണം പറയാൻ. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ, കേന്ദ്ര സർക്കാരിന്റെ BJP സർക്കാരിന്റെ ഭാരത ജനതാ പാർട്ടിയുടെ ഗുണ്ടകൾ തല്ലിച്ചതയ്ക്കുന്നത്, അവരെ പട്ടിയെ തല്ലുന്ന പോലാണ് തല്ലുന്നത്. നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ശരിക്കും ഇവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. അവരുടെ ആവശ്യം ന്യായമാണ്. കാരണം അവര് അത്രയും അപ്പൊ ഈ പഠിച്ചെഴുതുന്നവരൊക്കെ വെറും മണ്ടന്മാരാണോ? 2026 നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയാതെ ഒരിക്കലും ലീക്കാകത്തില്ല. ശരിക്കും അയാളുടെ രാജിയാണ് അവര് ഈ ഒരു പ്രതിഷേധത്തിൽ കൂടെ ആവശ്യപ്പെടുന്നത്. പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ റദ്ദാക്കണമെന്നും. ഈ 2 ആവശ്യവും ഇവരുടെ ഭാഗത്തു നിന്നും ന്യായമായ ഒരു ആവശ്യമാണ്. ഇനി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമോ, അതോ വിഷയത്തിൽ പുതിയ തീരുമാനങ്ങൾ സർക്കാർ എടുക്കുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്കിനി അറിയാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലോ, നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇപ്പോഴത്തെ യുവതലമുറ എന്ന് പറയുന്നത് വെറും ലഹരിക്ക് അടിമകളായിരിക്കും എന്നാണ്. പക്ഷേ ആ ഒരു ചിന്ത അപ്പാടെ മാറ്റിക്കോ. കാരണം ഇന്ത്യ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ഇത്ര മാത്രം യുവാക്കൾ ഒറ്റക്കെട്ടായി ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തപ്പോൾ ശരിക്കും ഇവരൊക്കെ ഉണ്ടല്ലോ, ഉത്തമമായ രാഷ്ട്രീയ ബോധമുള്ള യുവാക്കളാണ് നമുക്കിനി വളർന്നു വരുന്നത്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്നതുണ്ടല്ലോ, അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഫയറാണ്, തീയാണ്. കാരണം അത്രയും ഈ ഒരു രാജ്യത്തിന്റെ സർക്കാരിനെ തന്നെ അവർ വിറപ്പിച്ചിട്ടുണ്ട്. കാരണം വളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ജന്തർ നഗറിൽ അവർ ശരിക്കും വളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഫൂട്ടേജ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ലൊരു പ്രതിപക്ഷം നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ തെരുവിലിറങ്ങി ഇത്രയും തല്ലു വാങ്ങേണ്ടതും ഇവരുടെ ആവശ്യങ്ങൾക്ക് പോരാടേണ്ടി വരുന്നതും. നല്ലൊരു പ്രതിപക്ഷം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഇങ്ങനത്തെ ഒരു യുവജന സംഘടനയും സ്റ്റുഡൻസ് യൂണിയൻസ് ഒന്നും ഈ തെരുവിലിറങ്ങി ഇത്രയും പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് വേണ്ടി ആ പ്രതിപക്ഷം സംസാരിച്ചേനെ. പക്ഷേ നമുക്കിപ്പോൾ പ്രതിപക്ഷം ഇല്ല ഇന്ത്യയിൽ. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ യുവാക്കളെ സപ്പോർട്ട് ചെയ്യണം. അവരുടെ കാര്യത്തിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം.
നമ്മൾ അവർക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മുന്നോട്ടുള്ള എൻ്റെ പുതിയ വീഡിയോസിനൊക്കെ ഒരു വഴിത്തിരിവായിരിക്കും. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.